ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1439 ദിവസമായ ഇന്ന് 2025 ഏപ്രിൽ മാസം 23 തീയതി ബുധനാഴ്ച. 1200 ആണ്ട് മേടമാസം 10 തീയതി. ഗുരുവചനങ്ങളിലൂടെ ജപം, പഠനം, പഠിപ്പിക്കൽ ഇവ ബ്രഹ്മയാഗമാണ്. പിതൃക്കൾക്കുള്ള തർപ്പണം പിതൃയാഗവും ദേവപ്രീതികരമായ പ്രവൃത്തി ദൈവിക യാഗവുമാണ്. പക്ഷി മൃഗാദികൾക്ക് ആഹാരം നൽകുന്നതാണ് ഭൗതികയാഗം. അതിഥികളെയും വർണ്ണാശ്രമികളെയും ആർത്തന്മാരെയും ഭൃത്യന്മാരെയും പൂജിക്കുക എന്നതാണ് മാനുഷികയാഗം. പഞ്ചമഹായജ്ഞങ്ങളാണ് ഇവയെല്ലാം. പഞ്ചയജ്ഞങ്ങൾ ചെയ്യാത്തവൻ ദുർഗതിയെ പ്രാപിക്കുമെന്ന് തീർച്ചയാണ്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 7ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആശ്രമത്തിൻ്റെ അന്തരീക്ഷം സർവാനുരഞ്ജകമായിരുന്നു. വേഗത്തിൽ വിപുലമായിക്കൊണ്ടിരിക്കുന്ന ഗുരുവിൻ്റെ ആത്മീയ കുടുംബത്തിലെ വലിയവരും ചെറിയവരുമായ അംഗങ്ങൾ കൂടെ കൂടെ വരികയും പോവുകയും ചെയ്യുന്നത് ആശ്രമത്തിലെ അന്തേവാസികൾക്ക് സമാഗമത്തിൻ്റെയും വേർപാടിൻ്റെയും നവാനുഭവങ്ങൾ സദാ ഉണ്ടാക്കിക്കൊണ്ട് ഗുരു ഒന്നും ചെയ്യുന്നതായി അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാലും അവിടുത്തെ സത്യസങ്കല്പങ്ങളിൽ നിന്ന് പാറിവന്ന സ്ഫുലിംഗങ്ങൾ അനാചാരങ്ങളെ ചുട്ടുവെണ്ണീറാക്കുവാനും അസമത്വങ്ങളെ ഭസ്മീകരിക്കുവാനും പോരുന്ന തീമഴ പെയ്യുവാൻ കഴിയുന്നവയായിരുന്നു. ഒരിക്കൽ തൻ്റെ ദക്ഷിണേന്ത്യൻ പര്യടനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ നാരായണഗുരുവിനെ സന്ദർശിക്കുവാനെത്തി. ബംഗാളിലെ മഹാകവിയെ സ്വീകരിക്കുവാൻ വർക്കല സ്വദേശികൾ രാജകീയമായ ഒരു സ്വീകരണം ഏർപ്പാട് ചെയ്തു. ആനയും ചെണ്ടമേളവുമെല്ലാം ഇണക്കിയിട്ടുള്ള ഒരു ഗംഭീര ഘോഷയാത്ര. മഹാകവിയെ സ്വീകരിച്ച് ഗുരു വിശ്രമിച്ചിരിക്കുന്ന കുന്നിൻ്റെ അടിവാരം വരെ അനുഗമിക്കുവാനായിരുന്നു തീരുമാനം. മഹാനായ അതിഥിയുടെ പൂജ്യമായ ആസനം മെച്ചപ്പെട്ട രത്നകമ്പളങ്ങളിൽ ഒരുക്കി വയ്ക്കുവാൻ ഗുരു തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സ്വന്തം ഗുരുവിൻ്റെയും ശാന്തിനികേതനത്തിലെ കവി സാമ്രാട്ടിൻ്റെയും മധുരോക്തികൾ ഒപ്പം ആസ്വദിക്കുവാനുള്ള അഭിലാഷത്താൽ ജനങ്ങൾ തിരക്കി കൂടിയിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.